വെൽക്കം ടു ജയിലേൺ കോപ്പറേറ്റീവ്. ഞാൻ പ്രഗീഷ്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ കാത്തിരുന്ന CSEBിയുടെ നോട്ടിഫിക്കേഷനൊക്കെ വന്ന് നമ്മൾ നോട്ടിഫിക്കേഷൻ്റെ അതിനനുസരിച്ച് ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്ത് അടുത്ത എക്സാമിനേഷനുള്ള തയ്യാറെടുപ്പിലാണ്. എക്സാമിനേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പുതിയ പാറ്റേണിലാണ്, പുതിയ രീതിയിലുള്ള സിലബസ് അനുസരിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ പുതിയ മാറിക്കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ പുതിയ സിലബസൊക്കെ നമ്മൾ വിശദമായിട്ട് പറയുണ്ടായി. സിലബസിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജയിലേൺ കോപ്പറേറ്റീവിൻ്റെ വീഡിയോസ് എടുത്തു നോക്കുക. ആ വീഡിയോസിൽ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, സിലബസിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ മാറി വന്ന സിലബസിനെ നമ്മൾ പരിഗണിച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, അപ്പം നമ്മൾ പലപ്പോഴും റാങ്ക് മേക്കിംഗ് പോയിന്റുകളാണെന്നൊക്കെ പറയുന്നത്, റാങ്ക് മേക്കിംഗ് ടോപ്പിക്കുകളാണെന്നൊക്കെ പലപ്പോഴും പല ടോപ്പിക്കുകളെ കുറിച്ച് അവകാശപ്പെടാറുണ്ട്. പക്ഷെ പുതിയ സിലബസ് പ്രകാരം ഞാൻ റാങ്ക് മേക്കിംഗ് പോയിന്റ് എന്നല്ല, ഗെയിം ചേഞ്ചർ. ഇപ്പം നമ്മൾ പറയില്ല, നമ്മളൊരു മത്സരം നടക്കുകയാണെങ്കിൽ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അല്ലേ, നമ്മുടെ ഒരു ആ മത്സരത്തിന്റെ ഫലത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു ചേഞ്ച്. അത്തരത്തിൽ ഈ വരാൻ പോകുന്ന CSEB എക്സാമിനേഷൻസിന്റെ ഗെയിം ചേഞ്ചറായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് അക്കൗണ്ടിങ്ങിനെയും ബാങ്കിങ്ങിനെയുമാണ്. അക്കൗണ്ടൻസിയും ബാങ്കിങ്ങുമാണ് ഇനി വരാൻ പോകുന്ന CC എക്സാമിനേഷൻസിൽ ഗെയിം ചേഞ്ചർ ആയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റാങ്ക് മേക്കിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ഗെയിം ചേഞ്ചർ ആവാൻ അക്കൗണ്ടിങ്ങും ബാങ്കിങ്ങും? അത് ആ 100 മാർക്കിൽ അവർ നേടിയെടുക്കുന്ന വെറും 40 മാർക്ക് കൊണ്ട് മാത്രമല്ല. ഇപ്പൊ നമുക്കറിയാം, മൊത്തത്തിൽ നമ്മുടെ സബ്ജക്റ്റുകൾ 100 മാർക്കിൽ 70 മാർക്കോളം വരുന്നത് നമ്മുടെ കോർ സബ്ജക്ട്സ് എന്നാണ്. അതായത് അക്കൗണ്ടിങ്, ബാങ്കിങ്, കോർപ്പറേഷൻ, കോപ്പറേറ്റീവ് ലോ എന്ന് പറയുന്ന 4 കോർ സബ്ജക്റ്റുകളിൽ നിന്നാണ് നമുക്ക് എന്ത് വരുന്നത്, എക്സാമിനേഷൻസിലുള്ള 70 മാർക്ക്. ആ 70 മാർക്കിൽ 40 മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? അക്കൗണ്ടിങ്ങും ബാങ്കിങ്ങുമാണ്. അക്കൗണ്ടിങ്ങും ബാങ്കിങ്ങുമാണ് ആ 40 മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 40 മാർക്ക് നമ്മുടെ എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ ബാക്കി 60 മാർക്ക് ക്രൂഷ്യൽ അല്ലെന്ന് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാകും. 60 മാർക്ക് ക്രൂഷ്യൽ അല്ലെന്നാണ്. പക്ഷേ ഈ 40 മാർക്ക് തീർച്ചയായിട്ടും ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ 2 സബ്ജക്റ്റുകൾ നമ്മൾ വിശദീകരിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ അക്കൗണ്ടിങ് ആദ്യ കാലഘട്ടം നിങ്ങൾക്കറിയാം, കുറെ കാലമായിട്ട് CSEBയുടെ പിന്നാലെ നടക്കുന്ന, അല്ലെങ്കിൽ CSEBനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ആദ്യ കാലഘട്ടങ്ങളിൽ വെറും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് ചോദ്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും മാനേജ്മെന്റ്. അപ്പോൾ 20 മാർക്കോളം അക്കൗണ്ടൻസിയിൽ വരിക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് പുറമെ കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ സ്ഥിരം ചോദ്യം വരുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഡിപ്രീസിയേഷൻ, കൺസൈൻമെന്റ്, അത്തരത്തിലുള്ള സ്ഥിരമായ ചോദ്യങ്ങൾ വരുന്ന കുറെ ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കണം. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചാണെങ്കിൽ റേഷ്യോ അനാലിസിസ്, അതിൽ റേഷ്യോസിന്റെ അടുത്തുള്ള ക്വസ്റ്റ്യൻസ്, വളരെ ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോയും ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമുക്ക് സ്ഥിരമായി പ്രതീക്ഷിക്കുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ ടൈപ്സ് ഓഫ് കോസ്റ്റും അതുപോലെ തന്നെ കോസ്റ്റിന്റെ ഉള്ളിലുള്ള സിസ്റ്റംസും, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള കോസ്റ്റിംഗ് മെത്തേഡ്സ് ആണെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വളരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് ഈ 20 മാർക്കിലേക്ക് ഉയരുന്ന സമയത്ത്, അല്ലെങ്കിൽ 20 മാർക്കിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അക്കൗണ്ടൻസിയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ നിലവാരവും അതിനനുസരിച്ച് വർദ്ധിക്കുന്നതാണ്. പിന്നെ മറ്റൊന്ന് ബാങ്കിങ്. നമുക്കറിയാം, വൈഡായൊരു സബ്ജക്റ്റാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം അപ്ഡേറ്റ് ആവണം, അത്രത്തോളം കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ബാങ്കിങ്. കാരണം വൈഡാണ്. അപ്പോൾ ആ ബാങ്കിങ്ങിൽ നമുക്കറിയാം ട്രഡീഷണൽ ബാങ്കിങ്ങും ഉണ്ട്, മോഡേൺ ബാങ്കിങ്ങും ഉണ്ട്. അപ്പോൾ ട്രഡീഷണൽ ബാങ്കിങ്, ഇപ്പോൾ നമ്മൾ പരമ്പരാഗതമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചെക്കുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ചെക്കിൻ്റെ എൻഡോഴ്സ്മെന്റ്, ലീന്, അതുപോലെ ഹൈപ്പോത്തിക്കേഷൻ, അതുപോലെ ഡിഗ്രി അവാർഡ്, ഇത് എക്സിക്യൂഷൻ അവാർഡ്, ഇത് ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് ട്രഡീഷണൽ ബാങ്കിന്. അതേപോലെ തന്നെയാണ് മോഡേൺ ബാങ്കിങ്ങിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ. ഈ പറയുന്ന ലേറ്റസ്റ്റ് ടെക്നോളജി, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും അതുമായി ബന്ധപ്പെട്ട് വരുന്ന, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുന്ന, സ്ഥിരമായിട്ട് വരുന്ന അതിന്റെ സബ്സിഡിയറി ഡിവിഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ, ഇതെല്ലാം തന്നെ ബാങ്കിങ്ങിൽ എന്താണ് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട ഭാഗങ്ങളാണ് ബാങ്കിങ്ങിൽ. അങ്ങനെ നമ്മൾ ആ 2 ഭാഗങ്ങൾ കൃത്യമായി പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന എക്സാമിനേഷനിൽ ഗെയിം ചേഞ്ചർ ആരായിരിക്കും? അക്കൗണ്ടിങ്സും ബാങ്കിങ്ങും ആയിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മുടെ കോർ സബ്ജക്ട്സിലാണ്, നമ്മുടെ കയ്യിലുള്ള സബ്ജക്റ്റാണ് കോർ സബ്ജക്ട്സ് പറയുന്നത്. ആ കയ്യിലുള്ള സബ്ജക്ട്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരാൻ സാധ്യതയുള്ളത് ഈ പറയുന്ന അക്കൗണ്ടൻസിയും ബാങ്കിങ്ങും ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതൊരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളായിട്ട് അടുത്ത പരീക്ഷയ്ക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇനി ഇതുവരെ നമ്മൾ ഒരു അക്കൗണ്ടിങ്ങിനും ബാങ്കിങ്ങിനും കൊടുത്ത പ്രാധാന്യം മാത്രം കൊടുത്താൽ പോരാ, കുറച്ചധികം പ്രാധാന്യം എന്ത് ചെയ്യണം, ഇനി മുതൽ അക്കൗണ്ടൻസിക്കും ബാങ്കിങ്ങിനും കൊടുക്കണം. അക്കൗണ്ടൻസി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ബാങ്കിങ്ങും അതുപോലെ തന്നെ വൈഡ് സ്കോപ്പ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. സോ ഇത് കൃത്യമായിട്ട് പഠിക്കാൻ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, തയ്യാറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന എക്സാമിൽ ഒരു ഗെയിം ചേഞ്ചർ ആവാൻ പോകുന്ന അക്കൗണ്ടൻസിയും ബാങ്കിങ്ങും വളരെ കൃത്യമായി ചെയ്യണം. അങ്ങനെ അക്കൗണ്ടൻസിയും ബാങ്കിങ്ങും നിങ്ങൾ കൃത്യമായി പഠിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ കൃത്യമായി
ഒരു ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ജെയിലൻ കോപ്പറേറ്റീവ് നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. ജെയിലൻ കോപ്പറേറ്റീവിൽ അക്കൗണ്ടൻസിയും ബാങ്കിങ്ങിൻ്റെ ഒക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മെൻറ്ററുമായിട്ട് സംസാരിച്ചുകൊണ്ട് മെൻറ്ററുടെ ഒരു കൃത്യമായ ഗൈഡൻസോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഒരു വർഷത്തേക്കുള്ള ലോങ് ബാച്ചസും ഉണ്ട്, അതുപോലെ തന്നെ എക്സാം ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് ബാച്ചസും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ബാച്ചുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണം നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്താൽ മാത്രം മതി. കോഴ്സുകളെ കുറിച്ചും നമ്മൾ നൽകുന്ന ക്ലാസ്സുകളെ കുറിച്ചൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമിലെ ഗെയിം ചേഞ്ചറായ അക്കൗണ്ടൻസിയും ബാങ്കിങ്ങും വളരെ കൃത്യമായി സൂക്ഷ്മതയോടെ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ ജെയിലൻ കോപ്പറേറ്റീവിന്റെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും നിങ്ങളുടെ ഭാവിയിലേക്കുള്ള വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളെ പരീക്ഷയിൽ സഹായിക്കുന്ന ഒരുപാട് കണ്ടന്റുകളാണ് ജെയിലൻ കോപ്പറേറ്റീവ് എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന്. ഈ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സ്നേഹവും സഹകരണവും പിന്തുണയാണ് നമ്മളെപ്പോഴും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത എക്സാമിനേഷൻസിന് ഗെയിം ചേഞ്ചർ ആവുന്ന അക്കൗണ്ടിങ്ങും ബാങ്കിങ്ങും ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, മിസ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.